നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതുവരെ പിണറായി വിജയനോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കോ അറിയില്ലായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ഇത്രമാത്രം എതിരാണെന്ന കാര്യം. അതിശക്തമായ രീതിയിൽ പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ നടത്തി ഖജനാവിലെ പണം വാരിയെറിഞ്ഞ് KSRTC ബസ്സിൽ പോലും ആ തല പ്രദർശിപ്പിച്ച് ജനങ്ങളെ വെറുപ്പിച്ചത് അവർ മാത്രം തിരിച്ചറിഞ്ഞില്ല. CPMന്റെ പകവീട്ടിൽ നിരയായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അത്യുജ്വല കമ്മ്യൂണിസ്റ്റ് നേതാവായ MV രാഘവന്റെ മകൻ നികേഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ എത്തിയതുപോലും അച്ഛനോട് കാണിച്ച വൃത്തികേടുകൾക്ക് പ്രതികാരം ചെയ്യാനാണ് എന്ന് CPM തിരിച്ചറിഞ്ഞില്ല. നികേഷിന്റെ PR ക്യാമ്പയിനുകൾ മുഴുവൻ തിരിഞ്ഞുകുത്തി. അന്നുവരെ മറുനാടൻ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വസ്തുതയാണെന്ന് പാർട്ടി സഖാക്കൾ തന്നെ തുറന്നു പറയാൻ തുടങ്ങി. അതിനുള്ള അനുമതി പോളിറ്റ് ബ്യൂറോ പാർട്ടി അംഗങ്ങൾക്ക് കൊടുത്തതോടെ താഴത്തെ തട്ടിൽ CPMൽ വലിയ കലാപം ആരംഭിച്ചിരിക്കുന്നു. ഇതുവരെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ എല്ലാം അതിശക്തമായ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. അയ്യപ്പൻ്റെ നാടായ പത്തനംതിട്ടയിൽ തുടങ്ങി കൊല്ലത്തും കണ്ണൂരിലും കോഴിക്കോടും എറണാകുളത്തും ഇപ്പോഴിന്ന് ആലപ്പുഴയിലും ഈ വിമർശനം എത്തി നിൽക്കുന്നു. പാർട്ടി കേഡറുകൾക്ക് നിർഭയം അവരുടെ അഭിപ്രായം പറയാം. തെറ്റുകൾ തിരുത്താൻ വേണ്ടി ആദ്യം തെറ്റുകൾ ചൂണ്ടിക്കാട്ടണമെന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബി പറഞ്ഞതോടെ ഏറ്റെടുത്തിരിക്കുകയാണ് സഖാക്കൾ. പാർട്ടിയെ തിരുത്തി ശരിയാക്കണം എന്നാണ് അവരുടെ വാശി. ആ തിരുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദനും മാറുകയാണ് എന്ന് സഖാക്കൾ ഒറ്റവാക്കിൽ പറയുന്നു. ഭരണവിരുദ്ധ വികാരമാണ് എന്ന് സമ്മതിക്കാൻ പോലും മടിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരേ ഒരു പേര് മാത്രമാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് സമർപ്പിച്ചത്, പ്രതിപക്ഷ നേതാവാകാൻ പിണറായി വിജയൻ്റെ. പോളിറ്റ് ബ്യൂറോ ഞെട്ടിപ്പോയി. അവൈലബിൾ PB കൂടി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഭൂരിപക്ഷം പേരും പിണറായി മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പകച്ചുപോയ MA ബേബി 18 PB അംഗങ്ങളെയും ഓൺലൈനിൽ വിളിച്ച് സമ്പൂർണ്ണ PB യോഗം സംഘടിപ്പിക്കുന്നു. വാസുകി മാത്രം പങ്കെടുത്തില്ല. പങ്കെടുത്ത 17 പേരിൽ 7 പേർ പിണറായി വിജയൻ മാറി നിൽക്കാൻ നിർദ്ദേശിച്ചപ്പോൾ 10 പേർ പിണറായിയെ പിന്തുണച്ചു. ഈ 10 തികച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവെന്ന് പിണറായി വിജയൻ കൈപൊക്കിയപ്പോൾ ഒരു വോട്ട് തികഞ്ഞു. പിണറായിയുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചതുകൊണ്ട് മാത്രം പോളിറ്റ് ബ്യൂറോയിൽ എത്തപ്പെട്ട വിജയരാഘവനും MV ഗോവിന്ദനും എന്തിനേറെ MA ബേബിക്കും പിണറായിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടി വന്നു. ഇവരിൽ ആരെങ്കിലും 2 പേർ മാറ്റി ചെയ്തിരുന്നെങ്കിൽ പിണറായി തോറ്റുപോകുമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ജില്ലാ കമ്മിറ്റിയിൽ ആകെ ഭൂകമ്പമാണ്. പിണറായിയെ മാത്രം പോരാ, MV ഗോവിന്ദനെയും മാറ്റണമെന്നാണ് ഇവർ പറയുന്നത്. MV ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തിയാൽ അപ്പോൾ 100 വോട്ട് നഷ്ടപ്പെടും എന്നാണ് കോഴിക്കോട് സഖാക്കൾ ആരോപിച്ചത്. പോളിറ്റ് ബ്യൂറോയിൽ കയറിപ്പറ്റിയ 2 പേർക്ക്, വിജയരാഘവനും MV ഗോവിന്ദനും അവരുടെ ഭാര്യമാരെക്കുറിച്ചും പിണറായി വിജയനും മരുമകനെക്കുറിച്ചും മാത്രമാണ് ആശങ്ക എന്നുവരെ പറഞ്ഞു ചില സഖാക്കൾ. ഇന്നലെ PK ശ്രീമതി പോലും പരസ്യമായി പറഞ്ഞു CPM നേരിട്ടത് ഞെട്ടിക്കുന്നതും നാണം കെട്ടതുമായ പരാജയമാണെന്ന്. അതായത് മുതിർന്ന നേതാക്കൾ പോലും പറയാൻ തുടങ്ങുന്നു CPMന് സംഭവിച്ച രോഗത്തെക്കുറിച്ച്. ശ്രീമതി ടീച്ചറിന് പിണറായിയെ വിമർശിക്കാനുള്ള ധൈര്യമില്ല. പക്ഷെ വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞു വെച്ചത് പിണറായിയും ഗോവിന്ദനും കൂടി മുടിപ്പിച്ചെന്ന് തന്നെയാണ്. ദീർഘകാലമായി മറുനാടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സഖാക്കൾ പുറത്തേക്ക് വന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് പുറത്തു പോയവരിൽ അമ്പലപ്പുഴയിലെ G സുധാകരനും തളിപ്പറമ്പിലെ TK ഗോവിന്ദനും പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനും ഉൾപ്പെടുന്നു. 3 പേരും പാർട്ടിയെ തിരുത്താൻ തയ്യാറാവണം എന്നാവശ്യപ്പെട്ടു. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് പാർട്ടി നേതൃത്വം രക്തസാക്ഷി ഫണ്ട് പോലും അടിച്ചു മാറ്റുന്നു എന്നാണ്. TK ഗോവിന്ദൻ പറഞ്ഞത് MV ഗോവിന്ദൻ ഭാര്യയെ മന്ത്രിയാക്കാൻ നടത്തുന്ന ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്ന്. G സുധാകരൻ പറഞ്ഞത് പാർട്ടിയിൽ ഒരു നയമുണ്ടെങ്കിൽ അത് സകലർക്കും ബാധകമാവണമെന്ന്. പക്ഷെ പിണറായിയും പിണറായിയുടെ അടിമകളായ ചില നേതാക്കളും ഇതിനൊന്നും വഴങ്ങിയില്ല. ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി 8 നിലയിൽ പൊട്ടി നാണം കെട്ടുപോയി. 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും ഭാര്യമാർ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി. പിണറായിയുടെ മരുമകൻ തടി തപ്പിയത് എതിർ സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത PV അൻവർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സഖാക്കൾ പറയുന്ന കാര്യം TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും G സുധാകരനും ഒക്കെ പറഞ്ഞപ്പോൾ CPM നേതൃത്വം കേട്ടിരുന്നെങ്കിൽ ഈ നാണം കെട്ട തോൽവി ഉണ്ടാകുമായിരുന്നില്ല. ഇതൊന്നും ഗൗനിക്കാത്ത തരത്തിൽ കൈവീശി നെഞ്ചു വിരിച്ച് നടക്കുകയാണ് പേടിച്ചു തൂറി കാരണഭൂതൻ. അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രതിപക്ഷ നേതാവെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് കസേരയിലിരിക്കുന്നു പിണറായി. ആ പിണറായിയുടെ മുമ്പിൽ അപ്രതീക്ഷിതമായ ഒരു വെല്ലുവിളി സംഭവിച്ചിരിക്കുന്നു. നിയമസഭയിലെ ഏറ്റവും മുതിർന്ന MLA എന്ന നിലയിൽ G സുധാകരനെ
പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തു. പ്രോടൈം സ്പീക്കർ എന്ന് പറഞ്ഞാൽ താൽക്കാലിക സ്പീക്കറാണ്. നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ആദ്യ ദിനത്തിൽ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. ഈ സത്യപ്രതിജ്ഞ ആദ്യ ദിനം നടത്തേണ്ടത് പ്രോടൈം സ്പീക്കറാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് ഒരാൾ സ്പീക്കറായി തിരഞ്ഞെടുക്കും. ആ സ്പീക്കർ വേണം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാൻ. അന്ന് തന്നെയാണ് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും തെരഞ്ഞെടുപ്പ്. സത്യപ്രതിജ്ഞ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അംഗങ്ങൾ നിയമപരമായി അംഗങ്ങളാവുന്നുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്ത് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കാൻ കഴിയൂ. ആ തീയതി നിശ്ചയിച്ചിരിക്കുന്നു 22-ാം തീയതി, അതായത് മറ്റന്നാൾ വ്യാഴാഴ്ച. അന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കണമെങ്കിൽ ഒരു പ്രോടൈം സ്പീക്കർ വേണം. ആ പ്രോടൈം സ്പീക്കറാണ് ജി സുധാകരൻ. ജി സുധാകരൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വേണം MLA-മാർ പദവി ഏറ്റെടുക്കാൻ. എന്നിട്ട് വേണം അവർ വോട്ട് ചെയ്ത് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കാൻ. അവിടെയാണ് പ്രസക്തമായ ചോദ്യം. സാർ എന്ന് വിളിച്ച് പിണറായി വിജയൻ ജി സുധാകരൻ്റെ മുമ്പിൽ പോയി നിൽക്കുമോ എന്ന്. നിൽക്കേണ്ടി വരും എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരുപാട് അത്യാഗ്രഹങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളൊക്കെ കേട്ട ഒരു ആവശ്യം സ്പീക്കറായി എല്ലാവരും കൂടി ചേർന്ന് KK രമയെ തിരഞ്ഞെടുക്കണമെന്നാണ്. KK രമയുടെ ഭർത്താവിനെ പിണറായിയുടെ പാർട്ടിക്കാർ പിണറായിയുടെ നിർദ്ദേശപ്രകാരം എന്നാരോപിക്കപ്പെടുന്നു. 51 തവണ വെട്ടി നുറുക്കിയതാണ്. ആ ചോരയുമായാണ് KK രമ സഭയിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭയിലെത്തിയ രമയെ കാണുമ്പോഴൊക്കെ പിണറായി രക്ഷപ്പെടുമായിരുന്നു. രമയുടെ ചോദ്യം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് പിണറായി ഒന്നുകിൽ വൈകിയെത്തും, അല്ലെങ്കിൽ പിണറായി വരാതിരിക്കുമായിരുന്നു. രമയെ നേർക്കുനേർ കാണുക എന്നത് പിണറായിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. രമ എണീറ്റ് നിന്ന് പിണറായിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിണറായി വിയർക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ രമ സ്പീക്കറാവണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദ്യങ്ങൾ ചോദിക്കാതെ ഓടി രക്ഷപ്പെട്ടോളും എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ ആവശ്യം. അത് ന്യായമായ ഒരു ആവശ്യവുമായിരുന്നു. രമ സ്പീക്കറായാൽ പിണറായി വിജയൻ വെള്ളം കുടിക്കേണ്ട സാഹചര്യം ഉണ്ടായേനെ. പിണറായി രമയ്ക്ക് മുമ്പിൽ സാറെന്നോ മാഡമെന്നോ വിളിച്ച് ചോദ്യം ചോദിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനത് സാധ്യമല്ല. ഉള്ള മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കാനുള്ള വെപ്രാളത്തിലാണ് UDF-കാർ. മന്ത്രിമാരാവാൻ ആഗ്രഹിച്ച് സാധിക്കാത്തവർ പുറത്തു നിൽക്കുന്നു. അപ്പോൾ പിന്നെ KK രമയ്ക്ക് കൂടി മന്ത്രിസ്ഥാനമോ ക്യാബിനറ്റ് പദവിയോ കൊടുക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് രമ ചർച്ചയിൽ പോലും വരാതെ ഒഴിഞ്ഞുപോയത്. നിരവധി പേർ എന്നോട് ചോദിച്ചിരുന്നു രമയെ സ്പീക്കറാക്കണമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ അത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ചെയ്തില്ല എന്ന് മാത്രം. അത് സാധിക്കാതെ പോയതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയ്ക്ക് ആഗ്രഹം ജി സുധാകരന്റെ മുമ്പിൽ ഒരു ദിവസമെങ്കിലും പിണറായി വിജയൻ നിവർന്നു നിന്ന് സാറെന്ന് വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ സംഭവിക്കുന്നത് അതായിരിക്കില്ല. ജി സുധാകരന്റെ മുഖത്ത് നോക്കാൻ മടിയുള്ളതുകൊണ്ട് പിണറായി വിജയൻ ആദ്യ ദിനം നിയമസഭയിലെത്താൻ സാധ്യതയില്ല. ആദ്യ ദിനം എത്തുന്നവരാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ആദ്യ ദിനത്തിലെത്താത്തവർക്ക് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിലേക്ക് നടക്കുന്ന മത്സരത്തിൽ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്നേ ഉള്ളൂ. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ഒരുപക്ഷെ സ്പീക്കർ സ്ഥാനാർത്ഥി നിർത്തണ്ട എന്ന് LDF തീരുമാനിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട. പിണറായിക്ക് വേണ്ടി അവർ അങ്ങനെയും തീരുമാനമെടുക്കും. ജയിക്കില്ലല്ലോ പിന്നെ എന്തിനെ മത്സരിപ്പിക്കുന്നു എന്ന് ചോദിച്ച് അവർ പതിവ് രീതിയിൽ മാറ്റം വരുത്തും. അങ്ങനെ പിണറായി ഒഴിഞ്ഞു മാറാനാണ് സാധ്യത. ആദ്യ ദിനത്തിൽ എത്താൻ കഴിയാത്ത MLA-മാർക്ക് ഒറിജിനൽ സ്പീക്കറുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയാവും. 22-ാം തീയതി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുറപ്പായിരിക്കവേ പിന്നീട് പിണറായിക്ക് തിരുവഞ്ചൂരിന് മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയാവും. എന്തായാലും സോഷ്യൽ മീഡിയയുടെ ആ വ്യാമോഹം നടന്നേക്കില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ.